السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ദശകങ്ങളിലെ ഇരുളുമൂടിയ വൈവരമ്പുകളിൽ അടിപതറാത്ത ആദർശത്തിന്റെ ചെറുവട്ടം കത്തിച്ചു വെച്ച പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. കാലത്തിന്റെ കുത്തഴിക്കിൽ ചോരാത്ത ആദർശബോധവുമായി സമസ്ത ഒരു നൂറ്റാണ്ട് പിന്നിടുകയാണ്. ഈ ഒരു അവസരത്തിൽ കേരളീയ മുസ്ലിം എന്ന നിലയിൽ നാം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സമസ്ത സമൂഹത്തിന് നൽകിയ വിശ്വാസ പാഠങ്ങളെ കുറിച്ച്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ശരിക്കും സമസ്തയുടെ ഉത്ഭവത്തിന്റെ പശ്ചാത്തലം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളത്തിൽ ഉടലെടുത്ത ബിദഈ ആശയങ്ങൾക്ക് തടയിടാനായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിൽ വരുന്നത്. എന്നാൽ അക്കാലത്തെ പാശ്ചാത്യ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉടലെടുത്ത ബിദഈ ആശയങ്ങളല്ല കേരളത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് ദി മോസ്റ്റ് പവർഫുൾ സീക്രട്ട് സൊസൈറ്റി ഇൻ ദി വേൾഡ് ആയി കണക്കാക്കപ്പെട്ടിരുന്ന മാസോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരമ്പരയായ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദുള്ളയുടെയും സാധാരണ ബിദഅത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച യുക്തിവാദങ്ങളും മറ്റീസങ്ങളും കൂടി ചേർന്ന ഒരു തീവ്രമായ ബിദഈ ആശയമാണ് കേരളത്തിലുടനീളം പരക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെല്ലാം ചെറുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ബാധ്യസ്ഥരാവുകയും ബിദഅത്ത് ഉടലെടുക്കുകയും അവരുടെ മേൽ മുസ്ലിം പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ യോഗം ചേരുകയും മുസ്ലിംകാരുടെ പരമോന്നത പണ്ഡിത സഭയായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിൽ വരികയും ചെയ്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണവും പ്രതിരോധവും സമുദായത്തിന്റെ അവകാശ സംരക്ഷണവും ഭൗതിക പുരോഗതിയും സമസ്തയുടെ മുഖമുദ്രയാണെന്ന ബോധ്യം ജനങ്ങളെ ഉണർത്തി ഇക്കാലം അത്രയും തുടരാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യകാല 2 ദശകങ്ങളിൽ പലപ്പോഴായി നടന്ന സമ്മേളനങ്ങൾക്കിടയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് അടിത്തറവാകുകയും സുന്നത്ത് ജമാഅത്തിനെതിരെയും സമസ്തയുടെ ആദർശത്തിനെതിരെയും വാളോങ്ങിയാറെ അഹ്ലുസുന്നയുടെ ആശയങ്ങളെ കൊണ്ട് പിടിച്ചു കെട്ടുകയും പ്രാഥമിക പാഠശാലകൾ ആരംഭിച്ചുകൊണ്ട് ഓരോ തലമുറയിലും വ്യത്യസ്തമായ വിദ്യാഭ്യാസ മുന്നേറ്റം നടത്താനും സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലുടനീളം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മറ്റു ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും നല്ല ഉന്നതമായ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സമസ്തക്ക് കഴിഞ്ഞു എന്നുള്ളത്. ഈ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ആദർശം ആരുടെ മുന്നിലും പകരം വെക്കാതെ ഏതറ്റം വരെ പോകാൻ സമസ്ത തയ്യാറാണ്. മുത്തലാഖിന്റെ പേരും പറഞ്ഞ് സമൂഹത്തിനിടയിൽ പല ആളുകളും ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സമുദായത്തിന്റെ ശബ്ദമായി ഉയർന്നു വന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പറഞ്ഞ് ഈ സമുദായത്തിന്റെ മതസൗഹാർദ്ദങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ സമുദായത്തിന് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നൽകിയ ഈ സമുദായത്തിന് നൽകിയ ആശയങ്ങൾ ഇതര മതസ്ഥർ പോലും സ്വാഗതമാർഗം മോദിയതാണ്. അതുപോലെ തന്നെയാണ് സമസ്ത എല്ലാ കാലഘട്ടത്തിലും സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ സമസ്ത എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് യഥാർത്ഥ സമസ്തക്കാരെന്ന് വാദം ഉയർന്നു വരുമ്പോൾ അവിടെയാണ് അശ്ശരി മാതുരിദി സരണികൾ സ്വീകരിക്കുകയും കർമ്മകാര്യങ്ങളിൽ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ സമസ്തക്കാർ. അതല്ലാതെ ബിദഈ ആശയങ്ങളോട് യോജിക്കുകയും മുസ്ലിം സമസ്തയുടെ വേഷം കെട്ടി നടക്കുകയും ചെയ്യുന്നവനല്ല യഥാർത്ഥ സമസ്തക്കാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ആശയങ്ങൾ അഹ്ലുസുന്നയുടെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ട പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് സമസ്തയുടെ ഖാദിമായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ ആലിയ വിഭാഗത്തിന്റെ സ്പീച്ച് മലയാളം അവസാനിച്ചു. അടുത്തതായി ഉലിയ വിഭാഗത്തിന്റെ വഅള് വേദി 1 നടത്തപ്പെടുമ്പോൾ അതിൽ പേര് നൽകപ്പെട്ട വിദ്യാർത്ഥികൾ
ലോട്ട് സ്വീകരിക്കുവാൻ വേണ്ടി വേദി ഒന്നിൽ എത്തിച്ചേരേണ്ടതാണ്. ഉല്യ വിഭാഗത്തിന്റെ വയലിന് പേര് നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോഡ് ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദി ഒന്നിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. എല്ലാ വിദ്യാർത്ഥികളും ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വേദി 2 ജംഗ്ഷൻ സ്പീച്ച് മലയാളത്തിനു വേണ്ടി പേര് നൽകിയിട്ടുള്ള ഉല്യ വിഭാഗം കോഡ് ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദി 2 എത്തിച്ചേരേണ്ടതാണ്.